ഗൗരി എനിക്ക് തോന്നുന്നു ഗൗരിയുടെ ജോഷ് ടോക്സിൽ വന്ന് BPD ഉണ്ട് എന്ന് തുറന്നു പറയുകയാണ്. അപ്പം അങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ഇതുപോലെ പാട്ടെഴുത്തിലൂടെയുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കരിയറിനെ എങ്ങനെ ബാധിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? എനിക്കിങ്ങനെ തുറന്നു പറച്ചിൽ അടച്ചു പറച്ചിൽ അങ്ങനെ ഞാൻ പറയുവാണ്. എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു. അതങ്ങനെ ഇപ്പം BPDയുടെ കാര്യം എനിക്ക് തോന്നിയത് ഞാൻ ആ കാര്യം പറയുന്നതിൽ കൂടെ മേ ബി അത് കേട്ടിട്ട് ആർക്കെങ്കിലും പോയിട്ട് ഹെൽപ്പ് എടുക്കണം. ഇപ്പം ഒരുപാട് സ്റ്റിഗ്മ ഉണ്ടല്ലോ, നമ്മൾ മരുന്ന് കഴിക്കുന്നത് എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു തെറപ്പിക്ക് പോകുന്നത് എന്തോ പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും ശരി, ഓഹോ ഈ പുള്ളിക്കാരി മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഇപ്പം ഞാനും മരുന്ന് കഴിച്ചേക്കാം, അത് ചിലപ്പോൾ സഹായിച്ചാലോ എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്, റൈറ്റ്? അപ്പോൾ ഞാൻ അത്ര ആലോചിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് വെച്ചിട്ട് എന്നൊരാൾ സിനിമയ്ക്ക് വിളിക്കേണ്ട അതിന് ഓക്കെ അത് അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു. ഇപ്പോൾ ആർക്കും എഗൻസ്റ്റ് ഒന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പം പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ആസ് എൻ ആർട്ടിസ്റ്റ് ഒരാളെ സൂട്ട് ചെയ്യുന്ന കാര്യമാണ്, ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരാൾ ലൈഫിൽ കുറച്ച് മിനിറ്റ്സ് അയാളെ ബെറ്റർ ആക്കാൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വാക്കുകളോ നമ്മുടെ പാട്ടുകളോ സഹായിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഈ ഗൗരിയുടെ തുറന്നു പറച്ചിൽ ഞാനിപ്പോൾ പറയണത് എൻ്റെ ഒരു സുഹൃത്തിന് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഗൗരിയുടെ ജോഷ് ടോക്സ് പോലും കാണുന്നത്. കാരണം ഇതാണ് ഈ അസുഖമാണ് അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പേരും ഇത് പുറത്തു പറയാൻ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിക്കുന്നിടത്തു നിന്നാണ് ഗൗരിയെ പോലൊരാൾ വന്ന് തുറന്നു പറയുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഗൗരിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എനിക്ക് പോകണം എന്നൊരു തോട്ട് ഗൗരിക്ക് തന്നതാരാണ്? ഗണേശാണോ? ഗണേശാണ് ആദ്യമായിട്ട് എന്നെ ഉന്തിത്തള്ളി വിടുന്നത് പോയിട്ട് ഹെൽപ്പ് എടുക്കണം എന്നുള്ളത്. പക്ഷെ അത് പിന്നെ ഗ്രാജുവലി ആ ഹെൽപ്പിൻ്റെ രീതികൾ മാറി. ഇപ്പോൾ ആദ്യം ഒരാളുടെ അടുത്ത് പോയി കുറച്ച് മെഡിസിൻസ് എടുത്തു, പക്ഷെ അപ്പം BPD ഒന്നും പിക്ചറിൽ വന്നിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ഐ എം ഡിപ്രസ്ഡ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു സൈക്കാട്രിസ്റ്റാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രൊഫഷണലി ലൈക്ക് ഒഫീഷ്യലി ഡയഗ്നോസ് ചെയ്യുന്നത് BPD ആണ്. BPD പ്ലസ് OCPD എന്ന് പറഞ്ഞിട്ട് 2 ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് സംഭവം. എന്ന് വേറെ അഗൈൻ സ്റ്റാർട്ടഡ് മെഡിസിൻസ്. അതൊരു 2 വർഷം ഓടിക്കഴിഞ്ഞാണ് തെറപ്പിയിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ റൈറ്റ് നോ തെറപ്പി സ്റ്റിൽ ഗോയിങ്. ഇപ്പോഴും ഒരു 2 ആഴ്ചയിലൊരിക്കലൊക്കെ ഞാൻ തെറപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ തെറപ്പി എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമ്മളെ ആ ഒരു ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്കത് ഏറ്റവും കൂടുതൽ സെൽഫ് റിഫ്ലക്ഷനാണ്. എന്താണ് ഉള്ളിൽ നടക്കുന്നത്, വൈ ആം ഐ ഡൂയിങ് ദിസ്, വൈ ആം ഐ ഫീലിംഗ് ദിസ് വേ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് സങ്കടമാണോ, എൻ്റെ സങ്കടം എൻ്റെ ബോഡിയുടെ ഏത് ഭാഗത്താണ് ഫീൽ ചെയ്യുന്നത്, ഓക്കെ ഇവിടെയാണോ ഫീൽ ചെയ്യുന്നത്, ഓക്കെ അതിൻ്റെ നിറം എന്താണ്. ഇതിങ്ങനെ പല തരത്തിലുള്ള തെറപ്പികളുണ്ട്. അപ്പം ഇമോഷനായിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഇമോഷൻ വരുമ്പോൾ അതിനെ എടുത്ത് ഒരു സ്ഥലത്ത് വെക്കാണ്ട് ഇമോഷൻസിന് കൊടുക്കേണ്ട വാല്യൂ കൊടുത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്, എങ്ങനെയാണ് തോന്നുന്നത്, ഇതിപ്പം നമുക്ക് ഈ തോന്നുന്ന വികാരം ഈ ഒരു മൊമെൻറ്റിൽ നിന്നാണോ വരുന്നത്, അതോ മേ ബി നമുക്ക് 10 വയസ്സിൽ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നത്തിൽ നിന്നാണോ വരുന്നത്, ഇങ്ങനെയുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത്. കാരണം നമ്മുടെ ഫുൾ ലൈഫ് ഒരു വെബാണ്. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ അവിടെ നിന്നായിരിക്കും, അവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഇവിടെ നിന്നായിരിക്കും. ഒരുപാട് ഇൻസിഡൻസ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് വയറിംഗ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് തന്നെ ഭയങ്കരമായിട്ട് അറിവ് ഉണ്ടാക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഡീൽ ചെയ്യുക. ബേസിക്കലി അതാണ് തെറപ്പി എനിക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അവരുടെ ഇൻ്റർവ്യൂവിൽ കയ്യിൽ കോറുന്ന ശീലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്തൊന്നും നമുക്ക് ഇപ്പം ഇത്ര അവെയർ ആയിട്ട് കൂടി ഇല്ലേ ഗൗരി? ഇപ്പം ഈ കാലഘട്ടത്തിൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഡിപ്രഷൻ എന്നൊക്കെ വാക്ക് ശരിക്കും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ആഴത്തിലുള്ളൊരു വാക്കാണ് എന്ന് പറയുമ്പോൾ പോലും ഒന്ന് പോവോ, എന്തെങ്കിലും ചെയ്യും, ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാറും എന്നൊക്കെയാണ് ആൾക്കാർ ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞു കളയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പോലും. അപ്പം ഗൗരിക്ക് ഈ ചെറുപ്പത്തിലേ തൊട്ടേ ഇങ്ങനെ ഒരു പറഞ്ഞിരുന്നല്ലോ ഒറ്റയ്ക്ക് ഇരിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ ഈ കയ്യിൽ കോറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നൊന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഗൗരി? അല്ല, കയ്യിൽ കോറുന്നത് ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും അതും ഇതായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്ക് സ്ട്രെസ്സും ഇമോഷൻ പ്രകടിപ്പിക്കുന്നതല്ല, ആരും അറിയൊന്നുമില്ല, ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് എനിക്ക് തന്നെ റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ പെയിൻ വരുമ്പോൾ അതിനേക്കാളും വലുതായിട്ടുള്ളൊരു പെയിൻ വേണം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെൻ ഐ ഫീൽ എ മോർ ഇൻറ്റൻസ് പെയിൻ, ഈ പെയിൻ ഞാൻ മറക്കും, എന്താ ആ പെയിനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഇത് ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ല, അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോഡിയുടെ റെസ്പോൺസാണ് ആ സമയത്ത്. അപ്പം ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും. അപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് നമ്മൾ തന്നെ പഠിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് അത്രയും ഇൻറ്റൻസ് ഇമോഷൻസ് വരുമ്പം അങ്ങോട്ട് പോകുന്നതിന് പകരം വേറെ എങ്ങോട്ട് പോകാൻ പറ്റും,
ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എനിക്കിപ്പോൾ തൽക്കാലം എങ്ങനെ ഈ പെയിനിൽ നിന്ന് എനിക്ക് ഓവർകം ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അതാ പറയുക, ആ ഇമോഷൻ ഇപ്പോഴും ഇമോഷൻസ് വളരെ സ്ട്രോങ് ആണ് എനിക്ക്, പക്ഷേ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇമോഷൻസ് നോ. അതാണ് വ്യത്യാസം. ഇപ്പം അജിത ഹരെ ഇറങ്ങുമ്പോഴും മുറിവ് ഇറങ്ങുമ്പോഴും ഒക്കെയുള്ള ഈ സൈബർ ആക്രമണം എന്നോ എന്ത് വേണേലും പറയാം. ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാവുക? ഇത് മൂന്നാമത്തെ ആളെന്നെ എടുത്ത് ചോദിക്കുന്നത്. ആദ്യത്തെ ആൾ ചോദിക്കുമ്പം ഞാൻ അപ്പോഴോ മനസ്സിലാവും, ഇതുപോലത്തെ ഒരു റിപ്പോർട്ടറാണ്, ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടറാണ് ആദ്യം എടുത്ത് ചോദിക്കുന്നത്, ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ. അപ്പം ഞാൻ ആ സൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അവർ ചോദിക്കുമ്പോഴേ ആലോചിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാനൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ ആസിഫ് അലിക്ക് ഒരു ഇത് നേരിട്ടു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അമ്മ പോലൊരു സംഘടന വന്ന് ആസിഫ് അലി സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂസിക് ഫെട്ടേണിറ്റിയിൽ നിന്ന് ആരെങ്കിലും, കാരണം ഈ സൈബർ ബുള്ളിംഗ് എന്ന് വെച്ചിട്ട് വല്ലാത്ത രീതിയിലേക്ക് പോവുകയാണല്ലോ ഗൗരിക്കെതിരെയുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഒന്നുമില്ല. ആരും ഒന്ന് വിളിച്ചു പോലും ഇല്ല, ഒന്നുമില്ല.